ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പിഞ്ചപ്പ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. പിഞ്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ തിളയ്ക്കുമ്പോഴേക്കും നമുക്കതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് പിഞ്ചപ്പത്തിന് മധുരം വേണമെങ്കിൽ ഇതിലേക്ക് അല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടി പ്രസ് ചെയ്ത് ചെറിയ ചെറിയ അപ്പങ്ങളാക്കി മാറ്റണം. ഈ പായസത്തിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് എനിക്കറിയില്ല. ചിലരൊക്കെ കറി കാച്ചിയത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്തിട്ടായാലും ചെയ്താൽ മതിയാകും. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആ പിഞ്ചപ്പങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടിക്കോളും. ഇതിലേക്ക് 3 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇത് വറുത്തതൊന്നുമല്ല, വറുക്കാത്തത് തന്നെ. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി അല്പം വെള്ളത്തിൽ കലക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അരിപ്പൊടി ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ അധികം തിളയ്ക്കാൻ അനുവദിക്കരുത്. നമുക്കുടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ പിഞ്ചപ്പ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.